ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ തന്നെ അടുപ്പിൽ തീയൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പം രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ അടുപ്പിലോട്ട് അങ്ങാക്കിയേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അടുപ്പിലാകുമ്പോഴത്തേക്ക് അടുപ്പ് വെച്ചാൽ ഒരുപാട് നേരം നമ്മൾ ഇഡ്ഡലിക്ക് മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞേച്ച് അത് വെന്ത് കഴിഞ്ഞെടുക്കും, പിന്നെയും കുറച്ച് നേരമൊക്കെ വെക്കണം. അപ്പോൾ അന്നേരം അടുപ്പിലാകുമ്പോഴത്തേക്ക് അത്ര പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് രാവിലെ അടുപ്പിൽ തീയൊക്കെ കത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച പൊടിവറകൊക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അതിങ്ങനെ രാവിലെ രാവിലെ തീപ്പെട്ടി കത്തുന്നില്ലേ? ലക്ഷണക്കേടാണല്ലോ. അല്ല, രാവിലെ ഇന്നലെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ച ആ പൊടിവറകൊക്കെ ഇട്ട് അതൊക്കെ ഇട്ടാണ് ഞാൻ കത്തിക്കുന്നത്. ഇങ്ങനെ രാവിലെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കുഞ്ഞ് പൊടിവറകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് കത്തിച്ചെടുക്കാൻ പറ്റും. കത്തി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ചിരട്ടയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കത്തിക്കോളും. അടുപ്പിലെ തീയൊക്കെ കത്തി തുടങ്ങി. ഇനിയിപ്പം നനച്ചാൽ മതി. ഇനി അവിടെ നിന്ന് വെള്ളം ഒന്ന് തിളക്കട്ടെ. എപ്പോഴും ഒന്നും ഇങ്ങനെ പോകാൻ നമുക്ക് ഇതായിട്ട് വരത്തില്ല കേട്ടോ. ചില സമയങ്ങളുണ്ട്. ഇന്നിപ്പോൾ കത്തിച്ചത് പുകയെല്ലാം ആ കുഴലിനകത്തൂടെ അങ്ങ് പോയി. ചില സമയത്തേ ഉള്ളൂ കേട്ടോ കത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. ചിലപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് കത്തി അങ്ങ് പൊക്കോളും. ഇന്നത്തെ വീഡിയോയിൽ ഷീജ പറഞ്ഞായിരുന്നു അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് ഡീസൽ ഒഴിച്ച് കത്തിക്കായിരുന്നു. എനിക്ക് ഡീസലിനും പെട്രോളിൻ്റെ ഒക്കെ മണം ഇഷ്ടമല്ലെന്നേ കുഞ്ഞിലേ മുതൽ ഞാൻ ഒരു വണ്ടി കണ്ടാൽ ഛർദ്ദിക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റേത്. ഇപ്പോഴാണ് ഒരുപാടൊക്കെ മാറ്റം വന്നത്. പക്ഷെ ഒരിക്കലും ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. കാര്യം എനിക്ക് വണ്ടി എന്ന് പറഞ്ഞ സംഭവമേ ഇഷ്ടമല്ലായിരുന്നു. ഈ ഡീസലിനും പെട്രോളിനും ഒക്കെ മണമുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പെട്രോൾ പമ്പ് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലൊക്കെ എനിക്കങ്ങ് അവിടെ നിന്ന് എങ്ങനെയില്ലെന്ന് ഇറങ്ങി പോന്നാൽ മതിയെന്നേ ഉള്ളൂ. അതുപോലൊരു അസ്വസ്ഥതയാണ്. പിന്നെ ഇപ്പോഴാണ് ഇത്രയെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സത്യം പറയാം, വണ്ടി കണ്ടാൽ ഛർദ്ദിക്കുന്ന എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ വണ്ടിയുടെ വേഗമാണ്. അപ്പം അതൊക്കെ ഓരോ തലവരെയാണ് ദൈവം വരച്ചേക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ ചിലപ്പോൾ നമുക്ക് ദൈവം കൂടുതലായിട്ട് തരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഡീസലിൻ്റെ മണം എന്നാലും എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ. അടുപ്പിലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വരത്തില്ലേ, അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. രാവിലെ തൊട്ട് ചിലപ്പോൾ ഞാനങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങും. ഇപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ രാവിലെ പോകുമ്പോഴത്തേക്ക് ചില സമയത്ത് എനിക്ക് അങ്ങ് ഛർദ്ദിക്കണം. അല്ല, ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൂടെ നടന്നാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ എവിടെയെങ്കിലും പോകുന്നു എന്നറിഞ്ഞാൽ രാവിലെ മുതൽ എനിക്ക് തുപ്പി 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 ഞാനിങ്ങനെ നടക്കും. എനിക്കങ്ങ് അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് ഡീസൽ ഒഴിച്ചത്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഈ ഉണക്ക സമയത്തൊക്കെ നല്ല ഉണങ്ങിയ വിറകൊക്കെ ആണെങ്കിൽ കത്തിക്കോളും. പിന്നെ തൊണ്ടൊക്കെ പിന്നെ പുക വരുന്നത് എന്നോട് പറഞ്ഞില്ലേ, പുക പോയി കഴിഞ്ഞാൽ അടുപ്പിൽ തീ നല്ലപോലെ കത്തിയതിന് ശേഷം കലം എടുത്ത് അടുപ്പിൽ വെക്കാൻ പറയുന്നത്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പെരയ്ക്കാൻ മൊത്തം പുകയാവുന്നേ, അതാ പ്രശ്നം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ കലം എടുത്തുകൊണ്ട് വെക്കുന്നത്. വെച്ച് കഴിയുമ്പം പിന്നെ ഈ അടുപ്പിനകത്ത് തിങ്ങി അങ്ങ് നിൽക്കത്തേ ഉള്ളൂ, പുക ഒത്തിരി വെളിയിലോട്ട് വരത്തില്ല. അന്നേരത്തേക്ക് പിന്നെ എനിക്ക് അവിടെ അത് ശരിയാക്കി കുഴലിലൂടെ പുക കളയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. തീ കത്തുന്നുണ്ട്, പക്ഷേ ഈ പുക പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പുക തിങ്ങി നിൽക്കുന്നത്. ഇന്നിപ്പോൾ കത്തിയപ്പോൾ അങ്ങ് ശകലം പോലും പുക വന്നില്ല, തീ നല്ല ഇതായിട്ടൊന്ന് പോയി. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടേ ഉള്ളൂ. അപ്പം ഡീസൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്ക് എന്നതോ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ടാണ് അതൊക്കെ. ഒരു മണ്ണെണ്ണയുടെ മണ്ണമൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ, പക്ഷേ ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ മീൻ വറുത്തതിൻ്റെ എണ്ണ മിച്ചം വരുന്നത്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ എണ്ണ നമുക്ക് കളയാനായിട്ട് നമ്മൾ മാറ്റി വെക്കുമല്ലോ, ആ എണ്ണയൊക്കെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും. എന്നിട്ട് അതാണ് എടുത്ത് ഒഴിക്കുന്നത്. അതെ, ഒരു രക്ഷയില്ല. തീ കത്തിക്കാൻ തോന്നി കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണ എടുത്ത് അടുപ്പിലൊഴിച്ച് നമ്മൾ തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പിന്നെ തീ പെട്ടെന്ന് കത്തിക്കോളും. പിന്നെ കഴിവതും ഞാൻ ഒരു പേപ്പറോ അല്ലെങ്കിൽ ചൂട്ട് ഇപ്പോഴും കേട്ടോ നമുക്ക് ഈ മുറ്റത്ത് വയ്ക്കുന്ന കുഞ്ഞു തെങ്ങെന്നൊക്കെ ഇട്ടത്. നാളെ കല എന്നോട് ചോദിച്ചായിരുന്നു ചൂട്ടൊന്നും ഇല്ലേ നിങ്ങളുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ. നമ്മുടെ നാട്ടിൽ ചൂട്ടുണ്ട്, വല്ലവരുടെയും പറമ്പിലുണ്ട്, നമ്മുടെ പറമ്പിലില്ലായിരുന്നു. ഇപ്പം പിന്നെ കുഞ്ഞ് ഓലയുടെ കമ്പുമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി ഉണക്കിയെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇടുന്ന് ചൂടാകട്ടെ. കണ്ണൻ എണീറ്റ് അവൻ ഇനി ചായയൊക്കെ കൊടുക്കട്ടെ. ഇന്ന് ഒരു ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴ മൂടലൊക്കെ ആയിരുന്നു.
ചെറുതായിട്ട് ചെറിയൊരു തണുപ്പ്, വലിയ തണുപ്പൊന്നുമില്ല. ഒരുത്തൻ രാവിലെ എന്നോട് ഭയങ്കര തണുപ്പാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഇല്ലേടാ കണ്ണ, തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. വെള്ളത്തിന് നല്ല ചൂടാ ടാങ്കിൽ. കണ്ണന് ചായയൊക്കെ കൊടുത്തു. കണ്ണൻ ചായയൊക്കെ കുടിച്ചേച്ച് കുളിക്കാനൊക്കെ കയറി. അത് കഴിഞ്ഞ് പിന്നെ അച്ചും കൂടെ എണീറ്റ് കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തട്ടിനകത്ത് ഒഴിക്കാനായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഒരുപാട് തവണ വീഡിയോ കാണിച്ചുകൊണ്ട് കേട്ടോ പിന്നെ കാണിക്കാത്തത്. എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് മയപ്പെടുത്തിയതിന് ശേഷം അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് തട്ടൊന്ന് ചൂടായതിന് ശേഷമേ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് എപ്പോഴും ഒഴിക്കത്തുള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് ഒത്തിരി ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ആ തട്ടയിൽ നിന്ന് നല്ല ഇതായിട്ട് ഇഡ്ഡലി അടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാവെല്ലാം ഒഴിച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ കണ്ണന് എത്ര നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കണ്ണന് 7:30 ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്. ഓരോ കാര്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടോട്ടമാണ്. എന്നതിനെ ഓടുന്നതെന്ന് എനിക്കറിയത്തില്ല. മേലോട്ട് പോകുന്ന കാണാം, കുറച്ച് കഴിയുമ്പോൾ താട്ട് വരുന്ന കാണാം. എന്നിട്ട് പോകാൻ നേരം പറയാം അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതും കാണാം. അപ്പോൾ അങ്ങനെ കണ്ണൻ്റെ പുറകെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേഗം റെഡിയാകും. അങ്ങനെ കണ്ണൻ റെഡിയായിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് കാണുമ്പോഴത്തേക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കർ ആണെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക, ഒരു സന്തോഷം. ഇന്നരി പഠിക്കടി ഇരുത്, ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ. കഴിക്കുന്നില്ലേ? ഞാൻ കണ്ടില്ല. ഇന്നലെ കണ്ണൻ സ്കൂൾ വിട്ട് വന്ന് അവൻ്റെ പാത്രവും കറി കൊണ്ടുവന്ന കുപ്പിയും എല്ലാം കഴുകാൻ വൃത്തിയാക്കി വെച്ച്. തണുക്കുന്നില്ല എനിക്ക്? ഇപ്പോൾ ഇടാവേ. കുടിക്കാനുള്ള വെള്ളം കൊണ്ടെടുക്കട്ടെ. ഇവിടെ കഴിക്കാനായിട്ട് പഞ്ചസാര, സ്കൂളിൽ കൊണ്ടായിട്ട് കടലക്കറി. മുടി ചീകിയില്ലേ കണ്ണ? ഇങ്ങോട്ട് നോക്കി, നീ എന്നെ മുടി ചീകായിരുന്നു. കുറിയൊക്കെ തൊട്ട് രാവിലെ കുളിച്ച് കുളിക്കും, പക്ഷെ ദൈവവിശ്വാസമൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? കുറിയൊക്കെ തൊട്ടത് കാണും. ഇല്ല, നിന്നെ ആരാണ്ട് കമൻറ്റിലൂടെ പറഞ്ഞ് കണ്ണാ ഇങ്ങി പോലും കണ്ണനെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ കണ്ണൻ്റെ സൗണ്ട് മാറിയെന്ന് ജയ ചേച്ചി പറഞ്ഞു. പിന്നെ ആരാ, കുട്ടികൾക്കൊരു ചങ്ങാതിക്കാത്ത അമ്മ പറഞ്ഞു. ഇനി എന്നെ വേണ്ട, എനിക്ക് വേറെ വേണോ? ഒരു ഇഡ്ഡലിയും കൂടെ. അത് തന്നെ കഴിക്കാൻ പോയി, മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോകണം കേട്ടോ. ഇപ്പം പോകുന്ന, ഇനി ഉച്ചയ്ക്ക് എപ്പോഴാണ് കഴിക്കുന്നത്? അത് മുഴുവൻ കഴിച്ചിട്ടേ പോവുള്ളൂ. ചീരയെല്ലാം ഇന്നലെ നട്ടാക്കി ഇന്ന് എടുക്കുന്നത്. ഭയങ്കര കാക്കയുടെ ചെല്ലു തന്നെ. കാക്കയുടെ നല്ല ഇവിടെ കരയത് എവിടെയെങ്കിലും വല്ല കാക്കക്കുഞ്ഞും ഇതായി കാണുക. രാവിലെ നല്ല നാനമുണ്ട്. രാവിലെ ഇനി വെള്ളം ഒഴിക്കണം സാറേ. നല്ലപോലെ വെള്ളം ഒഴിച്ചതാ ഇന്നലെ. ഇച്ചിരി ഒഴിച്ചു കൊടുത്തേക്കാം. ഓസൂടെ കിടപ്പുണ്ടല്ലോ, ഒഴിച്ചു കൊടുത്തേക്കാം. ഇതൊരു ഒരു പാവയ്ക്ക കിടപ്പുണ്ട്, പേപ്പർ കുത്തിയിട്ടില്ല. കുഴപ്പമുണ്ടോ? ഈച്ച കുത്തിയോ? ഈച്ച കുത്തിയതില് ബാക്കി അവിടെ കാണുന്നില്ലല്ലോ. ഇല്ല, ഈച്ച കുത്തിയില്ലെന്ന് തോന്നുന്നു. കുത്തിയോ? എന്തോ ഒരു കളർ വ്യത്യാസമുണ്ട്. മാവ് പൂക്കുന്നുണ്ട്. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാമ്പൂ കണ്ട് ഞാൻ മോഹിക്കുന്നില്ല. എല്ലാം മുട്ടൊക്കെ വരുന്നുണ്ട്, ഇവിടെയൊക്കെ വരുന്നുണ്ട്. നാളൊരു ദിവസം നിറച്ചും പൂത്ത് കഴിഞ്ഞാൽ മൊത്തം പോയി. മാവ് പൂത്തതേ പൂ അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു മഴ എവിടെന്നേലും വരും, പൂ മുഴുവൻ പോകും.
ഞാൻ ഇന്നാൾ പറഞ്ഞില്ല ഇവിടുത്തെ മാവ് സാധാരണ പൂത്ത് തളിർക്കുക എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെയൊക്കെ തളിർത്ത് പൂക്കുക ഇവിടുത്തെ മാവ്. പിന്നെ അങ്ങനെ എല്ലാവരും പോയി. ഇനി ഞാൻ തന്നെയായി. ഇനി അടുത്തത് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കലൊക്കെയാണ്. കുറച്ചിനി തുണിയൊക്കെ വിരിക്കാനുണ്ട്. അങ്ങനെ കുറേ ജോലികൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ചെയ്ത് ഉച്ചക്കത്തേക്ക് കറി വെക്കണമെങ്കിൽ മീൻ മേടിച്ചുകൊണ്ട് വരണം. പിന്നെ പച്ചക്കറിയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്, അതൊക്കെ എടുക്കണം. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ഒരു എന്നതാ ഒച്ചയില്ല, ഒന്നുമില്ല, വീട് ശാന്തമായി. പിന്നെ ഇനി എല്ലാവരും ഒക്കെ വരണം, ഒച്ചയും ബഹളമൊക്കെ വരണമെങ്കിൽ. അപ്പം വീട്ടമ്മമാരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ആളും പേരൊക്കെ ഇല്ലാത്ത വീടുകളിൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ഇവരൊറ്റയ്ക്കാകും. അതൊക്കെ തന്നെ എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പം ഞാൻ ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറ് ഇരിപ്പുണ്ട്, അതൊന്ന് വെച്ച് കിട്ടിയാൽ മതി. പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഇന്നലെ പറിച്ച കോവയ്ക്കൊക്കെ ഇരിപ്പുണ്ട്, അതൊന്ന് മെഴുക്കോട്ട് വെക്കാനായിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ കുറച്ചൊക്കെ ജോലി കേട്ടോ, ഒത്തിരി ജോലിയൊന്നുമില്ല, കുറച്ചൊക്കെ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. വഴുതനങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് വഴുതനങ്ങയൊക്കെ വെന്തു. ഇനി അതിലേക്ക് അരപ്പും കൂടെ ചേർക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അരപ്പ് ചേർക്കുന്നത് തേങ്ങയും മഞ്ഞളും 2 കഷ്ണം ചുവന്നുള്ളി, പിന്നെ ഒരു ഇച്ചിരി ജീരകം. ചിലർ വെളുത്തുള്ളിയൊക്കെ അരക്കുമായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ചേട്ടനൊക്കെ ഇഷ്ടം ഇങ്ങനെ ചുവന്നുള്ളി അരയ്ക്കുന്ന ഇഷ്ടം, വെളുത്തുള്ളി അരയ്ക്കുന്ന ഇഷ്ടമല്ലേ. ഏതൊരു കറിയാണെങ്കിലും നമ്മുടെ അമ്മയൊക്കെ വെച്ച് തരുന്ന ആ ഒരു രുചിയുണ്ടല്ലോ ഇന്നും നമ്മുടെ നാവിൻ തുമ്പത്ത്. അപ്പം അതുകൊണ്ട് വെളുത്തുള്ളി ഒന്നും അരയ്ക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഈ വഴുതനങ്ങക്കറി ഞാൻ കൂട്ടത്തില്ല കേട്ടോ. എനിക്ക് ഈ വഴുതനങ്ങയോട് വലിയ താല്പര്യമില്ല. പിന്നെ ചിലപ്പോഴെങ്ങാനും ഒന്ന് കൂട്ടിക്കലുള്ളൂ. എനിക്കങ്ങനെ വലിയ ഇഷ്ടമുള്ള സാധനമല്ല വഴുതനങ്ങയൊന്നും. പണ്ട് എൻ്റെ വീട്ടിൽ വെച്ചാൽ നോക്കത്ത പോലും ഇല്ല, ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വഴുതനങ്ങയൊക്കെ കറി വെക്കാൻ പഠിച്ചത്. അപ്പോൾ ഇത് തിളക്കത്തില്ല, നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കുമായിരുന്നു. ഉപ്പും ചേർത്താണ് വേവിച്ചത്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ശകലം ഉപ്പും കൂടെ ചേർക്കണം. ശകലം ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ വഴുതനങ്ങ കറി റെഡിയായി. ഒന്നുകൂടെ നോക്കിയോട്ടെ. ആരോ അടുക്കള വശത്തോടെ വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അതിനെ നോക്കാൻ പോയതായിരുന്നു. എന്ന് വെച്ചാൽ ഗേറ്റ് അടച്ചിട്ടേക്കുവാ, എന്നാലും ആരോ ഇങ്ങോട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നി. ഇനി അടുക്കളക്കത് തുറന്നിട്ടേക്ക് വരുന്നത് അടയ്ക്കാനായിട്ട് പോയത്. ഉപ്പൊക്കെ കറക്റ്റായി. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി. നല്ലൊരു ചൂടായി കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം ഞാൻ കടുക് വറുത്ത് ചേർക്കുന്നില്ല. ചീനിച്ചട്ടി മെഴുക്കോട്ടിക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അന്നേരം ഒരു ചീനിച്ചട്ടി തന്നെ കടുകും വറക്കാം, പിന്നെ മെഴുക്കോട്ടി വെക്കാമല്ലോ. ഒത്തിരി പാത്രം കഴുകണ്ടല്ലോ. ചൂടായി, നല്ലപോലെ ചൂടായി. ഇനി ഇതിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് ഒരുമാതിരി പിരിഞ്ഞ് കിടക്കും. അത് തേങ്ങ അരച്ച് ഏത് കറി വെച്ചാലും അതെ, തിളപ്പിച്ചാൽ പിരിഞ്ഞ മാതിരി കിടക്കും. മീൻ പീസാക്കിയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്കിന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കറി വെക്കുന്നില്ല, വറക്കുന്നതേ ഉള്ളൂ. വഴുതനങ്ങ കറി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ മീൻ വറക്കാണ്ട്. ഇനി ഇതെല്ലാം മുളകെല്ലാം പുരട്ടിയെടുത്ത് എടുക്കട്ടെ. ഉച്ചക്കത്തേക്ക് കോവയ്ക്കാൻ മെഴുക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ പാവയ്ക്കാൻ മെഴുക്കോട്ട് വെച്ച് കുറച്ച് ഇരിപ്പുണ്ട്. അന്നേരം അന്ന് അത് തീർന്നു വെച്ച് വൈകിട്ട് വേണേൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോരൻ വെക്കാനായിട്ടിരുന്നാണ് ബീൻസ് തോരൻ, ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്, അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മീൻ വറുത്തത്. ഇനി ഇതിനൊന്ന് കടുകും കൂടെ വറുത്താൽ ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം റെഡിയായി. ചേട്ടൻ പറഞ്ഞു ഇനി രണ്ടാമത് വേറെ വെക്കണ്ട, ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എൻ്റെ കാലിനൊരു ചെറിയ വേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം അടുക്കള നിന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വേദനയാണേ. മുട്ടിനല്ല, മുട്ടിൻ്റെയും പാദത്തിൻ്റെ ഇടയ്ക്കായിട്ട്. അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അതിനും റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് മതി, ഒത്തിരി നേരമായില്ല, നീ രാവിലെ തൊട്ട് അടുക്കള കിടന്ന് ജോലിയല്ലേ, അതുകൊണ്ട് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ മതിയായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിനൊന്ന് കടുകും കൂടെ വറുത്താൽ ഇനി ഞങ്ങൾ ചോറിനാനായിട്ട് തുടങ്ങുവാണേ. ഉച്ചക്കത്തേക്ക് ഊണിനുള്ളതെല്ലാം റെഡിയായി, ഇനി കഴിച്ചാൽ മതി.
ഇത് പിന്നെ വൈകുന്നേരം അച്ഛൻ കണ്ണനൊക്കെ വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണേ. അവൾ നനച്ചാണേ. അവൾ കഴിച്ചേച്ച് അവനോട് പിന്നെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണേ. അവൾക്ക് മതിയെന്ന് പറഞ്ഞതാണ്. എന്നാൽ അവനെ ഒന്ന് തോണ്ടിയിരിക്കുന്നത് അവൾക്കൊരു രസമാണ്. അപ്പോൾ കണ്ണൻ കാപ്പി എടുത്തപ്പം തറയിലൊക്കെ വീണ്. അതെല്ലാം ഇനി തുടച്ചൊന്ന് വൃത്തിയാക്കണേ. കാല് വയ്യാത്തതുണ്ടല്ലോ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അവൾ നനച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഓർത്ത് വൈകിട്ടത്തെ വീഡിയോ ഒക്കെ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വൈകിട്ടത്തെ വീഡിയോസൊക്കെ എടുത്തു. ഇനി കഴിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ പിന്നെ രാത്രിയിലെയാണേ. ചെല്ല് കണ്ണ കയറി. അവൾക്ക് പേടിയായതുകൊണ്ടല്ലേ വിളിക്കുന്നേ. അയ്യേ കണ്ണൻ കയറി പോന്ന കണ്ടോ? ആണോന്നോ? ഡാ കയറിപ്പോയ കണ്ണ. ഒരു തല്ലിപ്പൊളി. നിനക്ക് നീ ഭയങ്കര സാധനമാണ്. അട്ടിമടിക്കും കണ്ണൻ. കണ്ണൻ സത്യം പിച്ചി പറിക്കും കണ്ണനെ കേട്ടോ. ഒരുപാട് ആള് കളിക്കല്ലേ. ഇടക്കേറി ചെല്ല് കണ്ണ. നീ ബുക്ക് എടുത്തോ? ചെല്ല്. ബുക്ക് എടുത്തേച്ച ചെല്ല് കേട്ടാ. അവൻ മേളി വന്നു കഴിയുമ്പോ അവനെ അവിടെ ഇട്ടേച്ച് നീ ഓടാനാണെങ്കിൽ നീ തല്ലി പഠിക്കും. കണ്ണ മര്യാദ കയറിപ്പോയേ കണ്ണ. എന്റെ പൊന്ന് കണ്ണ ചുമ്മാ. കണ്ണ അങ്ങനെ തൂങ്ങരുത്. കണ്ണോ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഇത് കാണിച്ചു കൊടുക്കും. അടങ്ങിയിരിക്കാൻ വയ്യല്ലേ കണ്ണന്? കിട്ടിയോടി പേനയൊക്കെ? അത് ഞാനാണോ വല്ലതും ചെയ്തത്? ഞാൻ പറഞ്ഞ നീ അനുസരിക്കോ? വിഷമം വരുമ്പോ ഇത് ആറ് തലയിടുന്ന സാധനം ഇത്. തല്ലു പിടിക്കും. എന്റെ കൈ നോവിന്റെ നോയിച്ചു. എനിക്ക് എന്റെ കൈ നോവും. ഞാൻ നഖം വെച്ച് ആന്തി പറിക്കും. പറഞ്ഞ വേണ്ട വേണ്ട, സ്നേഹമില്ല കണ്ണ. എൻ്റെ കയ്യെ കിടന്ന് പിടിക്കരുത്. അതാ നല്ലത്. അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. ആലോചിക്കുക. ഇനി അടുത്ത മാസം എത്ര ദിവസം ഉണ്ടെന്നൊക്കെ ആലോചിക്കുക. ആലോചനയാണേ. ഇല കൊഴിയും. പച്ച മനസ്സിലിരിക്കുന്നു. ഇല കൊഴിയും. നിനക്ക് കോഴി എന്നുള്ള ചിന്തയുള്ളല്ലോടെ. ഇല കൊഴിയും ശിശിരത്തിൽ 23-ാം തീയതി. എന്റെ അമ്മേ. അല്ല, ഇനിയും 22 ദിവസം. അടുത്തുള്ള ദിവസമാണോ അച്ചു? ഹാപ്പി ബർത്ത്ഡേ. എടാ കലണ്ടർ തിരിച്ചിട്ടാ. പുള്ളിക്കാരി ഇങ്ങനെ മനക്കാട്ട് കൂട്ടാൻ ഒന്നാമത് അറിയാൻ മേലേനെ. ആ കൂടെ ആ കലണ്ടർ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കടാ, ഡേറ്റ് നോക്കാനായിട്ടാ. കലണ്ടർ തിരിച്ചറിഞ്ഞ് ഫെബ്രുവരി 1. ഈ വെള്ളിയാഴ്ച ദിവസമാണോ? കലണ്ടർ കീറിയോ? ആ പേന തിന്ന് തീർക്കരുത് കേട്ടോ.
കണ്ടോ കലണ്ടർ തിരിച്ചിടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നേ, ഇങ്ങനൊരു സാധനം പറയാനും വയ്യ. ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടോ. ഓ ആ ദൃഷ്ടി അനങ്ങുന്നുണ്ടോ, ദൃഷ്ടി അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി, അതിലോട്ട് നോക്കിയിട്ട് അനങ്ങി ചിരിച്ചു. ആ അത് മേടിക്കുന്ന തടി കേട്ട് നീയൊക്കെ ചെയ്യും. അതാ പറഞ്ഞത് മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കില്ലെന്ന് പറഞ്ഞ എത്ര കറക്റ്റാണ്. മാമ്പു കണ്ട് അറിയാതല്ലേ അച്ചു അവനെ കൊതുകിനെ അടിച്ചപ്പോ അങ്ങനെ ചെയ്യത്തില്ല. അതൊക്കെ മക്കളെ കണ്ട് മാമ്പു കണ്ട് മോഹിക്കില്ലെന്ന് പറഞ്ഞ സത്യമാണ്. നീയൊക്കെ ഞങ്ങളെയൊക്കെ ഉണ്ടല്ലോ കിട്ടുന്ന അവസരം തല്ലിക്കൊല്ലും. ആ എന്നെ കടിച്ച് പറിക്കാതെ കണ്ണടങ്ങിയിരിക്കും. പോ ഞാൻ എനിക്ക് വയ്യാൻ വേണ്ട. അയ്യേ ഞാനോ ഞാന് ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. വേണ്ടെങ്കിൽ എന്നാ നീ പിടിച്ചോണ്ടിരുന്നോ ക്യാമറ, ഞാൻ പോയേക്കാം.